പ്രിയമുള്ളവരെ, ഞാൻ ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം. ഞാനിപ്പോൾ ഒരു ലൈവ് വീഡിയോയിൽ വരാനുണ്ടായ കാരണം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ ദേശീയപാതയുടെ പ്രവർത്തനം അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും ധരിച്ചിരുന്നത് നമ്മുടെ തലപ്പാടിയിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട്, അത് കഴിഞ്ഞാൽ പെരയിലാണ് ടോൾ ബൂത്ത് വരേണ്ടത്. അത് തന്നെയാണ് ഹൈവേ ആദ്യം പ്രഖ്യാപിച്ചത്. പക്ഷേ കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് കുമ്പള പഞ്ചായത്തിലെ ആരിക്കാടിൽ വെച്ച് അവർ ടോൾ നിർമ്മിക്കുന്നു എന്ന് അവരുടെ ഭാഗത്തുനിന്നൊരു നിലപാടുണ്ടാവുകയും അതിനെ ശക്തമായി പ്രിയപ്പെട്ട മഞ്ചേശ്വരത്തിന്റെ MLA KM അഷ്റഫ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ശക്തമായ ഒരു സമര പരിപാടിയുമായി മുന്നോട്ട് പോയി. അവർക്ക് ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറി വീണ്ടും അവർ ആ നിർമ്മാണവുമായി മുന്നോട്ട് വന്നു. നമ്മൾ നിയമത്തിന്റെ വഴിയിലേക്ക് പോയി കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതിയെ സമീപിച്ച് ഹൈക്കോടതിയിൽ പോയി സിംഗിൾ ബെഞ്ചിൽ നമ്മൾ പരാതി നൽകി, കക്ഷി ചേർന്നു. പ്രവൃത്തിക്ക് താൽക്കാലിക സ്റ്റേ വന്നു. ആ സ്റ്റേ ആക്ഷൻ കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാൻ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ അഷ്റഫ് കർളയാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി കോടതിയെ സമീപിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോൾ കോടതി കഴിഞ്ഞ ദിവസം ആ സ്റ്റേ എടുത്തു കളയുകയും NH വകുപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഇവിടെ വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് ഈ വിഷയവുമായി അപ്പീൽ പോയിരിക്കുകയാണ്. നാളെ, അതായത് 25/8/2025 രാവിലെ 11 മണിക്ക് കുമ്പളയിൽ ജനകീയമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. കുമ്പള ആക്ഷൻ കമ്മിറ്റിയുടെ ടോൾ പ്ലാസ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഈ സമരത്തിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവരും സഹകരിച്ച ആളുകളാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും നമ്മുടെ ഈ DPR തയ്യാറാക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ സമരങ്ങളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും നേടിയെടുത്തത്. ഉപ്പളയിലെ അണ്ടർ പാസേജ് പിന്നീട് അത് ഫ്ലൈ ഓവറായി മാറി. പ്രിയപ്പെട്ട MPയുടെയും MLA ഒക്കെ നിരന്തരമായ ഇടപെടലുകൊണ്ട് 213 വീതി നീളത്തിലൂടെ അത് ഫ്ലൈ ഓവറായി മാറി. മറ്റു സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെറിയ കാറ്റൽ അണ്ടർ പാസേജും ഫുട്ടോ ബ്രിഡ്ജും ഒക്കെ നമുക്ക് അനുവദിച്ചു. ഇന്നും ചെറിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഫുട്ടോ ബ്രിഡ്ജ് ആവശ്യമുള്ള സ്ഥലങ്ങളിലൊന്നും നൽകിയിട്ടില്ല. ഇപ്പോൾ എന്റെ ഡിവിഷനിൽ തന്നെ ഹിദായത്ത് നഗറും ഹിദായത്ത് ബസാറും അതുപോലെ ഉപ്പള ടൗണിലെ പല പ്രദേശങ്ങളിലും അനഫി ബസാറും മംഗൽപാടി ഹയർ സെക്കൻഡറിയുടെ മുമ്പിൽ പെരിങ്ങടിയും ഒക്കെ ഫുട്ടോ ബ്രിഡ്ജുകൾ, നമ്മുടെ ഷിറിയ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുമ്പിലൊക്കെ ഫുട്ടോ ബ്രിഡ്ജുകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ സർവീസ് റോഡുകൾ പല സ്ഥലങ്ങളിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള പരാതികൾ നിൽക്കുന്നത് തന്നെ ഈ ടോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ നാളെ നടക്കുന്ന സമരം ജനകീയ സമരമാണ്. അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ്. ഇവിടെ അതുപോലെ തന്നെ BJP ജനങ്ങളെ വഞ്ചിക്കുകയാണ്. BJP കേന്ദ്രം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം BJP, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനം BJP ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. കാരണം അവർക്ക് ഇടപെട്ടാൽ നിയമവിരുദ്ധമായി സ്ഥാപിക്കുന്ന നിലവിലുള്ള ടോൾ പാസ അത് എടുത്തു മാറ്റാൻ സാധിക്കും. കാരണം ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഇതിന്റെ മന്ത്രി പറഞ്ഞതാണ് 60 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമേ ഒരു ടോൾ പ്ലാസ വരാൻ പാടുള്ളൂ എന്ന്. 60 കിലോമീറ്റർ അല്ല, ഇത് ഏതാണ്ട് കിലോമീറ്ററിനിടയിലാണ് രണ്ടാമത്തെ പ്ലാസ. ഇപ്പോ തൽപ്പാടി 2017 ടോൾ പ്ലാസ വന്നത്. ആ സമയത്ത് ആ ടോൾ പ്ലാസ വന്നപ്പോൾ ഒരുപാട് ആശയങ്ങൾ ഉയർത്തിക്കൊണ്ട് സമരം ചെയ്ത കൂട്ടത്തിലുണ്ടായ ഒരാളാണ്. അന്ന് അവർ സമരം ചെയ്ത സമയത്ത് പറഞ്ഞത് KL40 ആളുകളെ ഒരു കാരണവശാലും ടോൾ പിരിക്കുകയില്ല. KL40 പിന്നീട് അത് മഞ്ചേശ്വരം PO ആയി മാറി. മഞ്ചേശ്വരം PO ആധാർ കാർഡിലുള്ള ആളുകൾക്ക് ആർക്കും ടോൾ കൊടുക്കേണ്ടതില്ല എന്ന് പിന്നീട് പറഞ്ഞു. അവസാനം അതൊക്കെ എടുത്തു മാറ്റി അവർ ഇപ്പോൾ 345 രൂപ ഒരു മാസത്തെ പാസ്സാണ് ഇപ്പോൾ അനുവദിക്കുന്നത് 20 കിലോമീറ്ററിന്റെ ചുറ്റളവിലുള്ള ആളുകൾക്ക്. ഇതിപ്പോ പല ആളുകളും പറയുന്നത് താൽക്കാലികമായി വരുന്ന ടോൾ പാസയാണ് കുമ്പളയിൽ, ഒരിക്കലുമല്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഹൈക്കോടതിയിൽ ഇതിനുമായി ബന്ധപ്പെട്ട വക്കീൽമാരോട് സംസാരിക്കുമ്പോൾ അറിയുന്നത് എവിടെയും ഇവർ സമർപ്പിച്ച അർജിയിൽ
NH ഉദ്യോഗസ്ഥർ താൽക്കാലികമായി വരുന്നുണ്ട് എന്ന് ഒരിക്കലും അവർ അവിടെയും വാദിക്കുന്നില്ല, എവിടെയും പരാമർശിക്കുന്നില്ല. ഇത് പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്റെ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഇത് ശക്തമായി എതിർക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മുടെ നാട്ടിൽ മനോഹരമായ റോഡുണ്ടാകുമ്പോൾ എല്ലാവരും സന്തോഷിച്ചു. നമ്മളൊക്കെ സ്ഥലങ്ങളും നമ്മുടെ പല കാര്യങ്ങളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ വിട്ടുകൊടുത്താണ് ഈ റോഡുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡുകൾ നിർമ്മിച്ചിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ അതിൽ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ടോൾ പ്ലാസ നമ്മുടെ കുമ്പള പഞ്ചായത്തിലെ ആരിക്കാടിൽ വരുമ്പോൾ ഇതിൽ ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കൽ നടക്കുന്നുണ്ട്. കാരണം ഈ ടോൾ പ്ലാസ അവിടെ വന്നാൽ ഒരുപാട് സമയം നമ്മളുടെ വേസ്റ്റാവും. കാരണം അവിടെ ഈ ചുങ്കം കൊടുക്കണമെന്ന് മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഭീമമായ ഒരു ട്രാഫിക് ജാം ബ്ലോക്ക് അവിടെ നിലവിലുണ്ടാകും. നമുക്കറിയാം, സാധാരണ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുമ്പോൾ അവിടെ വിശാലമായ ഒരു സ്ഥലം ഉണ്ടാക്കണം. ആ വിശാലമായ സ്ഥലം ഉണ്ടാക്കി വേണം ആവശ്യത്തിൽ അധികം വാഹനങ്ങൾ വന്നാൽ അവർക്ക് പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കണം. അതൊന്നുമില്ലാതെ സാധാരണ രീതിയിൽ 6 വരി പാത നിർമ്മിച്ച് അവിടെ ഒരു കണ്ടെയ്നർ കൊണ്ട് നിക്ഷേപിച്ച് അവിടെ ടോൾ പിരിക്കാനുള്ള ഒരു സാഹചര്യമാണ് അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ആളുകളും, സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടിക്കാർ, ക്ലബ്ബുകൾ, മറ്റു ആരാധനാലയങ്ങൾ, എല്ലാ ആളുകളും, വിദ്യാർത്ഥികളൊക്കെ, യുവജനങ്ങളൊക്കെ ഈ നാളെ നടക്കുന്ന 25-ാം തീയതി നടക്കുന്ന സമരത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.